Hi friends, ഇന്നത്തെ വീഡിയോയും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. നമ്മളുടെ വീടുകളിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മസാല ചായയാണ് കേട്ടോ. മസാല ചായ എന്ന് പറഞ്ഞാൽ കുറച്ച മസാല ചായയാണ്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് കുടിക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെയധികം ഹെൽത്തിന് നല്ലതാണ്. കഫക്കെട്ട് അതുപോലെ തന്നെ ഉണ്ടാകുന്ന വിരശല്യം അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും പിന്നെ വയറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒക്കെ മാറ്റാൻ നല്ലൊരു ഔഷധ മൂല്യമുള്ള ഒരു ചായയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ദൈനംദിന ജീവിതത്തിൽ ഇത് ഉൾപ്പെടുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. എല്ലാവരും റെഡിയാക്കി നോക്കുക. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീടുകളിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ടും ലൈക്കായിട്ടും ഷെയറായിട്ടും ഒക്കെ നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മളുടെ മസാല ചായ റെഡിയാക്കുന്നത് നോക്കിയാലോ. നമ്മളുടെ ഈ ചായയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലാണ് കേട്ടോ. അത് നല്ല രീതിയിലൊന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പാല് നിങ്ങൾക്ക് തിളപ്പിക്കാതെയും എടുക്കാം. പക്ഷെ ഞാനൊന്ന് ആദ്യമേ തന്നെ നമ്മളുടെ കവർ പാലാണ് ഞാൻ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് തിളപ്പിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ കവർ പാൽ എടുക്കുന്നവർ ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ നാടൻ പശുവും പാലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളുടെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വൃത്തിയായിട്ട് തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുക്കാം കേട്ടോ. ഇഞ്ചിയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. നല്ല ആ ഇഞ്ചിയുടെ ചെറിയൊരു എരിവും കൂടെ നമ്മളുടെ ചായക്കുണ്ട്. അപ്പം ഭയങ്കര ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. എല്ലാവരും ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ ഈ ഒരു മസാല ചായ ഒന്ന് റെഡിയാക്കുവാണെങ്കിൽ നിങ്ങൾ പിന്നെ ഇത് തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അത്ര നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ. നമ്മളുടെ വയറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വിരശല്യം മാറാൻ, അതുപോലെ കഫക്കെട്ട് മാറാൻ, നെഞ്ചിലെ ഭാരം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ, നീർക്കെട്ട് മാറാൻ ഒക്കെ നല്ലൊരു ഉപാധിയാണ്. പാലിഷ്ടമില്ലാത്തവർ പോലും ഈ ഒരു ചായ ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ നല്ല ഇഷ്ടമാകും. അത്രയ്ക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടേ. അപ്പം ഞാൻ ഇഞ്ചി ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി 2 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 അല്ലി വെളുത്തുള്ളി മതിയാവും. അപ്പോൾ വെളുത്തുള്ളി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് 2 അല്ലി ഞാനിവിടെ നടുവേ ഒന്ന് പൊളന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ഏലക്ക വേണം കേട്ടോ. അപ്പോൾ ഈ ഏലക്കയും ഒരുപാട് നമ്മളുടെ ചായയുടെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് നല്ലൊരു മണവും ഒക്കെ നൽകാനായിട്ട് സഹായിക്കും. പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയൊരു കഷ്ണം കറുവപ്പട്ട. അപ്പോൾ ഈ ഒരു കറുവപ്പട്ട അറിയാലോ, മസാല ചായക്ക് വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മളുടെ വയറൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ടും വളരെയധികം നല്ലതാണ്. ഇനി ആ തിളച്ച് കഴിഞ്ഞിരിക്കുന്ന പാലിലേക്കാണ് ഞാൻ ഈ ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മളുടെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് കൊടുക്കുന്നത്. അതിൽ കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചതച്ച് ചേർക്കാം. ചതച്ച് ചേർക്കുമ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കമർപ്പായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കമർപ്പ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി ചതച്ച് ചേർക്കാം. ഞാൻ അതത്ര ഇഷ്ടപ്പെടുന്നില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. ഭയങ്കര നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു വീഡിയോ ആണ്. ഇനി നമുക്കിത് ഒരു 3-4 മിനിറ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഒന്ന് ഇറങ്ങി വരണമല്ലോ. ലോ ഫ്ലെയിമിലിട്ടിട്ട്, തിളച്ച പാലായതുകൊണ്ട് അതിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരുന്നോളും. ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വരുന്നിടം വരെ നമുക്ക് തിളപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ള പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചായപ്പൊടിയാണ്. ചായപ്പൊടിയൊക്കെ ഒരുപാട് മായങ്ങൾ അടങ്ങിയ ചായപ്പൊടിയൊക്കെ ഉണ്ട്. വാങ്ങിക്കുമ്പം കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ചായപ്പൊടി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ വാങ്ങിക്കുന്ന ചായപ്പൊടി മായം ചേർന്നാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ടിപ്പുണ്ട്. നമ്മൾ കുറച്ച് പച്ചവെള്ളത്തിൽ നമ്മളുടെ ചായപ്പൊടി ഒന്ന് കലക്കി നോക്കുക. അപ്പോൾ അതിന് കളർ ഇളകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ചായപ്പൊടി ഉറപ്പായിട്ടും മായം ചേർന്നതായിരിക്കും. യഥാർത്ഥ ചായപ്പൊടിയാണെങ്കിൽ അതിന് കളർ ഇളകത്തേ ഇല്ല കേട്ടോ. തിളപ്പിച്ചതിന് കഴിഞ്ഞ ശേഷം മാത്രമാണ് അതിൻ്റെ കളർ ഇളകത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് നല്ല ചായപ്പൊടികൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക.
ചായക്കടകളിലൊക്കെ ഉപയോഗിക്കുന്ന ചായപ്പൊടി വില കുറഞ്ഞ ചായപ്പൊടി ആയിരിക്കും, പക്ഷേ അതിന് ഭയങ്കര കളറായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിന് ഒരിക്കലും അത് നല്ലതല്ല. നമ്മൾ വീടുകളിലെങ്കിലും നമുക്ക് നല്ല ചായപ്പൊടി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മളുടെ ചായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തിളപ്പിക്കുക. ഒരു 2 മിനിറ്റൊക്കെ ഞാൻ തിളപ്പിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നല്ല കളറിലേക്ക് നമ്മളുടെ മസാല ചായ റെഡിയായി വരും. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ച് റെഡിയാക്കി എടുക്കാവേ. പിന്നെ ഞാൻ ഇതിനകത്ത് വെള്ളം ചേർക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇതിനകത്ത് 1/2 ലിറ്റർ പാലിൽ 1/2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ച് കുറുകിയ ചായ വേണമെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് മതിയാകും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഗ്ലാസ് വരെയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് ഒത്തിരി കൂട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് നല്ലൊരു കുറുകിയ ഒരു ടേസ്റ്റ് കിട്ടുന്നത് തന്നെയാണ് കേട്ടോ ഈ ചായക്ക് നല്ലത്. അപ്പം കളറൊക്കെ ഇളകി നല്ല രദ്ദിയായിട്ട് നമ്മളുടെ ചായ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ച് ഉപയോഗിക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചസാര ചേർക്കാതെയാണ് കേട്ടോ ഇത് ഉപയോഗിക്കേണ്ടത്, ഏറ്റവും നല്ലത്. മസാല ചായ കുടിക്കുമ്പോൾ എപ്പോഴും നമുക്ക് നല്ലത് പഞ്ചസാര ചേർക്കാതെ കുടിക്കുന്നതാണ്. നല്ല ചൂടോടുകൂടി തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും വന്ന വീഡിയോസൊക്കെ കാണുമല്ലോ. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.